ഹായ്, അസ്സലാമു അലൈക്കും. നമുക്കിന്നൊരു ചക്ക റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പോയിട്ട് വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ. ചക്കയെന്ന് പറഞ്ഞാൽ നല്ല പഴുത്ത കൂഴച്ചക്ക ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഈ ചക്ക വെച്ചിട്ടുള്ള നല്ല റെസിപ്പി വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചക്കച്ചോള എല്ലാം പറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ ചക്ക കുരു എല്ലാം ഒന്ന് മാറ്റിയെടുക്കണം. കുരുവൊക്കെ മാറ്റി വൃത്തിയാക്കിയ ചക്കച്ചോളം നമുക്ക് ഒരു ഇഡലിത്തട്ടിനകത്തേക്ക് വെച്ച് നന്നായിട്ട് അങ്ങ് ആവിയേറ്റിയെടുക്കാം. ഇത് കോഴിച്ചക്ക ആയതുകൊണ്ട് തന്നെ ഒരുപാട് നേരം ആവിയേറ്റേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് അതൊന്ന് വെന്ത് കിട്ടും കേട്ടോ. ഒരു 2-3 മിനിറ്റ് ആവിയേറ്റിയാൽ മതി. അപ്പോൾ ആ ചക്ക വേവാൻ വെച്ച സമയം കൊണ്ട് നമുക്ക് കുറച്ച് ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പം ഞാനൊരു 750 ഗ്രാമോളം ചക്ക ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 1/2 കിലോയുടെ അടുത്ത് ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പോൾ ശർക്കരയ്ക്കകത്തേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ശർക്കര പാനിയാക്കി എടുക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ ചക്ക ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ നന്നായിട്ട് കുഴഞ്ഞ ഒരു പരുവത്തിൽ തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ കൂഴച്ചക്ക അതിനെക്കൊണ്ട് തന്നെ അത് കുറച്ചൊരു വലിവ് പോലെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് എന്തായാലും ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ചെറിയ ജാറിലേക്ക് ഇട്ട് ഞാനൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. വലിയ ജാർ കംപ്ലൈൻ്റ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ചെറിയ ജാറിലിട്ടിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ചീനച്ചട്ടിക്കകത്ത് മുഴുവൻ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ചുകൂടി നമുക്ക് സൗകര്യത്തിന് ഇളക്കാനൊക്കെ പറ്റുന്ന ഉരുളയാണ്. അപ്പോൾ ഉരുളി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ചീനച്ചട്ടിക്കകത്ത് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആരെങ്കിലും കയ്യിലൊക്കെ ഉരുളി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ചെയ്താൽ മതി. അതാകുമ്പോൾ നമുക്ക് കൈ വെച്ച് ഇളക്കാനൊക്കെ ഒരു കുറച്ചുകൂടി സൗകര്യമായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ നേരത്തെ ഉരുക്കിയെടുത്ത് വെച്ച് ശർക്കരപ്പാനി കൂടി അതിനകത്തേക്ക് ചേർത്തിട്ട് നന്നായിട്ട് 2 കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ തുടക്കത്തിൽ തന്നെ നമുക്ക് ശർക്കരപ്പാനിയുടെ ചക്കയുടെ കൂടെ കുറച്ച് നെയ്യ് കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ജോയിൻ ആക്കിയിട്ട് ഇത് വെച്ച് കൊടുത്താൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളിത് അടുപ്പ് വെച്ച് കഴിഞ്ഞാൽ കൈവിടാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതുകൊണ്ട് അത് നല്ല മിക്സ് ചെയ്തിട്ട് ഗ്യാസിലേക്ക് വെച്ച് കൊടുത്താലും മതി. അപ്പം എന്തെങ്കിലും നന്നായിട്ട് തീയൊക്കെ കത്തിച്ചിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഇത് ഇളക്കി കൊടുക്കണം. കൈവിടാതെ ഇളക്കണം കേട്ടോ. എന്നാൽ മാത്രമേ ഇത് റെഡിയായി വരും. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കും. അപ്പോൾ കുറേ നേരം ഇളക്കിയതിന് ശേഷം ഒരുവിധം നമ്മുടെ ചക്കയെല്ലാം റെഡിയായിട്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നെയ്യ് ചേർത്ത് കൊടുത്തുകൊണ്ടിരിക്കണം. ഒരു 3-4 പ്രാവശ്യം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം. അപ്പം ഒരുപാട് നേരത്തെ ഇളക്കിയതിന് ശേഷം നമ്മുടെ ചക്ക ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഒരുവിധം എല്ലാവർക്കും അറിയാമായിരിക്കും, മിക്കവാറും എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും ഈ ഒരു ചക്ക വരട്ടി. പക്ഷേ നമ്മുടെ ഈ കൊല്ലം ഭാഗത്തോട്ടൊക്കെ ഇത് വളരെ കുറവാണ് കേട്ടോ. അങ്ങനെ ഉണ്ടാക്കിയൊന്നും നമുക്ക് അത്ര അങ്ങോട്ട് ഈ ഭാഗത്തൊന്നും അങ്ങനെ ഉണ്ടാക്കി കണ്ടിട്ടില്ല. അപ്പം ഇത് ഇനി നമ്മൾ ഫ്ലെയിം ഓഫാക്കി വെച്ചിട്ട് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ ഒരു ഗ്ലാസ് കണ്ടെയ്നറിലൊക്കെ എടുത്ത് വെച്ചിരുന്നാൽ ഇതുപോലെ തന്നെ നമുക്കൊരു 1 വർഷം വരെ ഉപയോഗിക്കാം കേട്ടോ. ചക്ക ഇല്ലാത്ത സമയത്തും എല്ലാം നമുക്കിത് ഉപയോഗിക്കാം. ചക്ക പായസം ഉണ്ടാക്കാനും അട ഉണ്ടാക്കാനും എല്ലാം ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് വെറുതെ കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയും ഉണ്ടായതുകൊണ്ട് തന്നെ വെച്ചേക്കാനൊന്നും കിട്ടത്തില്ല. ഇത് വെറുതെ കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവരെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്, നല്ലതാണ് വെറുതെ കഴിക്കാനായാലും. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണാതെ വരേക്കും ബൈ ബൈ.